ഞാനൊന്ന് പറയട്ടെ. പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയോ? ഇല്ല, ഒരിക്കലും അത് സാധിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. നിങ്ങളുടെ സഹോദരനെയും ജാസ്മിനെയും എനിക്കിവിടുന്ന് പുറത്താക്കാമെങ്കിൽ നിങ്ങളെയും എനിക്കിവിടുന്ന് നിഷ്പ്രയാസം പുറത്താക്കാനാവും. അതുകൊണ്ട് പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ. 3 ദിവസം അതിനുള്ളിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് അടിച്ചു പുറത്താക്കിയിരിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചോ. വിശാൽ സർ, വിശാൽ സർ, അല്ല, ഞാൻ സാറിന്റെ ചില സ്വഭാവ രീതികളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? ഒന്നുമില്ല. പറയടോ, താൻ എന്താ പറയാമെന്നത്? താനിരിക്കെ. അത് ചില നേരത്ത് സാറിനോട് ആരെന്ത് തെറ്റ് ചെയ്താലും സാർ അതൊക്കെ ക്ഷമിക്കും. ചില നേരത്ത് തെറ്റ് ചെയ്തവരോട് സാർ ഒട്ടും ക്ഷമിക്കുകയുമില്ല. ആ, അത് ശരിയാ. എനിക്ക് സാറിന്റെ ഈ രീതി ഒട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ സാറിനോടൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. സാറിനോട് ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ദ്രോഹം ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു വലിയ തെറ്റ് ചെയ്ത ആളിനോട് സാർ ക്ഷമിക്കോ അതോ ആ ആളിനെ ശിക്ഷിക്കോ? അത് ഇറ്റ് ഡിപ്പെൻസ്. ആ നേരത്ത് എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതനുസരിച്ചായിരിക്കും ഞാൻ പെരുമാറുന്നത്. സാറിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അങ്ങനെ ചെയ്തതെങ്കിലോ? എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് അത് ചെയ്തതെങ്കിൽ, ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരെങ്കിലും ആണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാനാവില്ല. അവരോട് ഞാൻ ക്ഷമിക്കുകയില്ല. പക്ഷേ എനിക്ക് അവരോടുള്ള സ്നേഹം കാരണം ഞാൻ ചിലപ്പോ അവരെ ശിക്ഷിച്ചു എന്ന് വരില്ല. ഞാനൊരു വലിയ തെറ്റ് സാറിനോട് ചെയ്തൊന്നിരിക്കട്ടെ, സാർ എന്നെ ശിക്ഷിക്കോ? പറയണം സർ. ഞാൻ സാറിനോടൊരു വലിയ തെറ്റ് ചെയ്താ സാർ എന്നോട് ക്ഷമിക്കോ? എടോ, താൻ എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ തന്നോട് ക്ഷമിക്കും. അത് എന്തുകൊണ്ടാണെന്നറിയോ? തന്നെ ഞാൻ എൻ്റെ ജീവന്റെ ജീവനായിട്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് താൻ എത്ര വലിയ തെറ്റ് ചെയ്താലും തന്നെ ശിക്ഷിക്കാൻ എനിക്കാവില്ല. പ്രഭാവതി അമ്മ തെറ്റ് ചെയ്താലോ? ഏയ്, അമ്മ തെറ്റ് ചെയ്യാനോ? അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല. അമ്മ എനിക്കെതിരെ ഒന്നും ചെയ്യില്ല, ഒരു തെറ്റും ചെയ്യില്ല, ഒരു ദ്രോഹവും ചെയ്യില്ല. അമ്മ എനിക്കെതിരെ ദ്രോഹം ചെയ്യുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ പിന്നെ ഞാൻ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ തുല്യമാവും. തകർന്നു പോവും ഞാൻ. അമ്മ ഇത്രയും നാള് കാണിച്ച സ്നേഹം മുഴുവൻ കള്ളത്തരായിരുന്നു എന്ന് തോന്നിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. അത് ഉൾക്കൊള്ളാൻ എനിക്കൊരിക്കലും പറ്റില്ല. അല്ല,
ഞാനിപ്പോ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തിനാ ചിന്തിക്കുന്നത്? അമ്മയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ പാപോ? അല്ലടോ, താൻ എന്തിനാ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഏയ് ഒന്നുമില്ല സർ, ഞാൻ വെറുതെ ചോദിച്ചതാ. വെറുതെ ചോദിച്ചാണോ? ചുമ്മാ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാർവതി, അതെ, വിശാലിന്റെ മനസ്സറിയാൻ വേണ്ടി നീ നടത്തിയ ശ്രമങ്ങളൊക്കെ ഞാൻ കണ്ടു. എടി, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും വിശാലിന്റെ മനസ്സില് എന്നെ കുറിച്ചുള്ള ധാരണ നിനക്കൊരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല പാർവതി. അത്രത്തോളം സ്വാധീനം ഞാൻ അവനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നീ വിചാരിച്ചാലൊന്നും നശിപ്പിക്കാനാവില്ല. ആ, വേണമെങ്കിൽ നീ ഒന്നൊന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചു നോക്ക്. ഇതെന്റെ ഒരു വെല്ലുവിളിയായി തന്നെ നീ കൂട്ടിക്കോ. പ്രഭാവതി അമ്മയെ ഇത്രയധികം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വിശാൽ സാറിനെ എങ്ങനെയാ പ്രഭാവതി അമ്മയുടെ വലയത്തിൽ നിന്നും എനിക്ക് മാറ്റിയെടുക്കാനാവുക? എത്ര പെട്ടെന്നാ പാർവതി പ്രതാപനെയും ജാസ്മിനെയും പുറത്താക്കിയത്. എത്ര ബുദ്ധിപരമായിരുന്നു അവളുടെ നീക്കങ്ങൾ. അവളെ സൂക്ഷിക്കണം. പ്രതാപനെയും ജാസ്മിനെയും പുറത്താക്കിയ പാർവതി ഇനി എന്നെ പുറത്താക്കാൻ അധികം വൈകില്ല. ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു വലിയ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും. ചേച്ചിയാണല്ലേ, എന്നെ തിരിച്ചറിയാൻ വേണ്ടി വിളിക്കുന്നതാണോ? ഹലോ ഹലോ ചേച്ചി, എന്തായി? ഞാൻ അങ്ങോട്ട് വരട്ടെ? എടാ പ്രതാപ, ഇവിടെ നിന്ന് എനിക്ക് എപ്പോഴാ ഇറങ്ങേണ്ടി വരുമെന്നേ അറിയില്ല. അപ്പോഴാ നീ ഇങ്ങോട്ട് തിരികെ കയറി വരാൻ നോക്കുന്നത്. ചേച്ചി എന്തിനാ ഇപ്പോൾ അവിടുന്ന് ഇറങ്ങുന്നത്? അവിടുന്ന് ചേച്ചിയെ പുറത്താക്കാൻ വേണ്ടി പാർവതി എന്തെങ്കിലും പ്ലാൻ എടുക്കുന്നുണ്ടോ? എടാ, അവൾക്ക് നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും മനസ്സിലായിട്ടുണ്ട്. ആ സ്ഥിതിക്ക് അവൾ മിണ്ടാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? 3 ദിവസം, 3 ദിവസമാണ് അവൾ എനിക്ക് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കുമെന്ന് അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാടാ. അങ്ങനെ അവൾ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അവിടുന്ന് ഇറങ്ങാതെ തരവില്ല ചേച്ചി. അതാ പാർവതിയുടെ ഇപ്പോഴത്തെ റേഞ്ച്. പ്രഭാവതി ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിലേ ഈ പ്രഭാവതി മരിക്കണം. ചേച്ചി ഇപ്പം എന്ത് ചെയ്യാൻ പോവാ? എടാ, പാർവതിയെ ഒതുക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു വലിയ പ്ലാൻ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അതിലൂടെ അവളെ തകർക്കുകയും വേണം, നിന്നെ തിരികെ ഇവിടെ എത്തിക്കുകയും വേണം. അങ്ങനെ എന്തെങ്കിലും പദ്ധതി ചേച്ചിയുടെ മനസ്സിലുണ്ടോ? ഉണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. ദേ, നീ അത് ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ശരി ചേച്ചി. ശരി, ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം. ശരി, ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കാതിരുന്നാ മതി. ശരി. ആ എടാ, നിന്നെ ഞാൻ വിളിക്കാം.
വിശാൽ, എന്താ അമ്മേ? മോനെ, നീ തിരക്കിലാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അമ്മ പറഞ്ഞു. എന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം. എന്തു പറ്റി അമ്മേ? അത് നിന്നോടൊന്നും പറയാമെന്ന് കരുതിയാ ഞാൻ വന്നത്. എന്തു പറ്റി അമ്മേ? എടാ, ഒരു പ്രശ്നമുണ്ട് മോനെ. പ്രശ്നം? എന്ത് പ്രശ്നം? അമ്മ കാര്യം തെളിച്ച് പറയുക. മോനെ, എന്റെ കയ്യിലുണ്ടായിരുന്ന സ്വത്തൊന്നും ഇപ്പൊ എന്റെ പേരിലല്ലല്ലോ. അതെല്ലാം പാർവതിയുടെ പേർക്ക് എഴുതി കൊടുത്തില്ലേ? അതാണോ പ്രശ്നം? ഞാനൊന്ന് പറയട്ടെ. എടാ, ഈ സ്വത്തുക്കളൊക്കെ പാർവതിക്ക് കൊടുക്കുന്നതിന് മുൻപ് ഞാൻ നമ്മുടെ തൊഴിലാളികൾ ചിലർക്ക് അതിൽ നിന്ന് കുറച്ച് വസ്തുക്കള് ദാനമായിട്ട് കൊടുത്തിരുന്നു. അവരന്ന് മുതല് ആ വസ്തുക്കള് താമസത്തിനും കൃഷിക്കായിട്ടും ഒക്കെ ഉപയോഗിക്കുക. ഇപ്പോ അവര് ഞാൻ ദാനം കൊടുത്ത വസ്തുക്കള് അവരുടെ പേരിൽ എഴുതി കൊടുക്കണമെന്നുള്ള ആവശ്യമായിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അതിപ്പോ അവർക്ക് എഴുതി കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? പാർവതിയുടെ പേരിലുള്ള വസ്തുക്കള് ഞാൻ എങ്ങനെയാ അവർക്ക് എഴുതി കൊടുക്കുന്നത്? മോനെ, ഞാൻ എൻ്റെ ധർമ്മസങ്കടം, എൻ്റെ നിസ്സഹായ അവസ്ഥ ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല. ഞാനത് എഴുതി കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അവരെന്റെ സ്വസ്ഥത കെടുത്തുവോ മോനെ? ഞാൻ എന്ത് ചെയ്യും മോനെ? ഇതിപ്പോ വലിയൊരു തലവേദനയും മനപ്രയാസവും നാണക്കേടും ഒക്കെ ആയിട്ട് മാറി. ഇതിനൊരു പരിഹാരം പെട്ടെന്ന് കാണണം. ഇല്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. എന്ത് പരിഹാരം കാണാൻ പറ്റും? അത് ആലോചിക്കാനാ മോനെ ഞാൻ നിന്റെ അടുത്ത് ഇപ്പൊ വന്നത്. അല്ല, ഇതിന് ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ഞാൻ ദാനമായി കൊടുത്ത വസ്തുക്കള് പാർവതി തന്നെ അവർക്ക് എഴുതി കൊടുത്ത ആ ഇഷ്യൂസ് അവിടെ കഴിയും. പക്ഷേ പാർവതി അതിന് സമ്മതിക്കണം. അവൾ അതിന് തയ്യാറാവണം. അമ്മ വിഷമിക്കണ്ട. അമ്മ ദാനം ചെയ്ത വസ്തുക്കൾ ആ തൊഴിലാളികളുടെ പേരിലാക്കി കൊടുത്താൽ പോരെ? അത് നമുക്ക് ചെയ്യാം. പാർവതിയോട് പറഞ്ഞ് ഇതിനൊരു തീരുമാനമാക്കാം. എടാ, ആ വസ്തുക്കള് പാർവതിയുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വസ്തു തൊഴിലാളികൾക്ക് ദാനം ചെയ്യില്ലായിരുന്നു. ഇല്ലെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടായാലും മതിയായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വസ്തുക്കള് തൊഴിലാളികൾക്ക് നൽകാമായിരുന്നു. ഇപ്പൊ അതും ഇല്ലല്ലോ. ഇതെനിക്ക് പറ്റിയൊരു അബദ്ധമായി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്കുണ്ടായിരുന്ന സ്വത്തുക്കള് എന്നും എനിക്ക് തന്നെ ഉണ്ടാവുമെന്ന് കരുതിയത് മണ്ടത്തരമായി പോയി മോനെ. പാർവതി ആ വസ്തുക്കള് അവരുടെ പേരിൽ എഴുതി കൊടുത്തില്ലെങ്കിൽ നാണം കെട്ടെനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല മോനെ. അമ്മേ, അമ്മ സമാധാനിക്കുക. പാർവതിയുടെ പേരിലുള്ള വസ്തുക്കൾ മുഴുവൻ അമ്മയ്ക്കുള്ളത് തന്നെയാണ്. എടാ, നീ ഇത് പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ പേരിലല്ലാത്ത സ്വത്തുക്കൾ എങ്ങനെയാ എന്റേതാവുന്നത്? പാർവതിയുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്ന സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതാം. അപ്പോ ഈ പ്രോബ്ലം സോൾവ് ആയില്ലേ? എടാ, നീ എന്താ പറഞ്ഞത്? പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കള് എന്റെ പേരിലേക്ക് മാറ്റി എഴുതാവുന്നോ? അതെ, അതെല്ലാം അമ്മയ്ക്ക് തന്നെ തിരികെ തരാം. എടാ, അത് നീ മാത്രം പറഞ്ഞാ മതിയോ? പാർവതിയെ സമ്മതിക്കണ്ടേ? പിന്നെ അച്ഛനെ അറിയിച്ച് അച്ഛന്റെ അനുവാദം മേടിക്കണ്ടേ? അതൊന്നും അമ്മ ആലോചിക്കണ്ട. സ്വത്തുക്കളെല്ലാം അമ്മയുടെ പേരിലേക്ക് എഴുതി തരണമെന്ന് പാർവതിയോട് പറഞ്ഞ് അവൾ ഒരിക്കലും അത് നിഷേധിക്കാൻ പോകുന്നില്ല. ഞാൻ എവിടെ ഒപ്പിടാൻ പറയുന്നോ അവൾ ഒപ്പിടും. പിന്നെ അച്ഛൻ്റെ അനുവാദം. പാർവതി സമ്മതിച്ചാൽ അച്ഛനും സമ്മതിക്കും. അച്ഛൻ്റെ അനുവാദമാകുന്ന കാര്യം
ഞാൻ ഏറ്റു. അല്ലെങ്കിൽ വേണ്ടടാ, ഇതൊന്നും എൻ്റെ പേരിൽ എഴുതണ്ട. എല്ലാ വസ്തുവും പാർവതിയുടെ പേരിൽ തന്നെ ഇരുന്നോട്ടെ. അവൾക്ക് മനസ്സലിവ് തോന്നി ഞാൻ തൊഴിലാളികൾക്ക് ദാനം കൊടുത്ത ഭൂമി അത് മാത്രം അവർക്ക് കൊടുക്കട്ടെ. അമ്മേ, പാർവതിക്ക് നമ്മുടെ ഈ സ്വത്തിലൊന്നും യാതൊരുവിധ അഭിനിവേശവും ഇല്ല. നമ്മളതൊക്കെ അവളുടെ പേരിൽ എഴുതി കൊടുത്തതുകൊണ്ട് അവൾ അതിൻ്റെയൊക്കെ അവകാശിയായെന്ന് മാത്രമേ ഉള്ളൂ. തിരികെ അമ്മയുടെ പേരിൽ എഴുതിത്തരണമെന്ന് പറഞ്ഞ അവൾ സന്തോഷത്തോടെ എഴുതിത്തരും. അമ്മയൊന്ന് വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ സ്വത്തുക്കൾ അമ്മയുടെ പേരിലോട്ട് രജിസ്റ്റർ ചെയ്യാം. എന്നാലും വിശാൽ മോനെ, നീ അമ്മ പ്രയാസപ്പെടാതിരിക്കുക. ഏതായാലും സംഗതി ഇത്ര പെട്ടെന്ന് ഏൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ ഒത്തുവരുന്നുണ്ട്. പാർവതി, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നു? സമാധാനമായല്ലോ? നിനക്ക് സമാധാനമായല്ലോ അല്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? ഓ, പ്രതാപനെയും ജാസ്മിനെയും പുകച്ച് പുറത്ത് ചടിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ അല്ലേ? അയ്യോ, ഞാൻ എന്ത് ചെയ്തുന്നാ അമ്മ പറയുന്നേ? പാർവതി, എന്റെ മുന്നില് കൂടുതൽ വേഷം കെട്ട് നടത്തരുത് നീ. നിന്റെ എല്ലാ അഭ്യാസങ്ങളും അറിയാൻ ശേഷിയുള്ളവളാ ഈ പ്രഭാവതി. എടീ, പ്രതാപനെയും ജാസ്മിനെയും ഇവിടുന്ന് ആട്ടി ഓടിച്ചാൽ പ്രഭാവതി തളർന്നു പോകുന്നാണോ നീ കരുതിയത്? അവര് കൂടെ ഇല്ലാത്തത് കൊണ്ട് എന്നെ ഈസി ആയിട്ടങ്ങ് അസ്തമിപ്പിക്കാവുന്നാണോ നീ വിചാരിച്ചത്? ഒന്നും നടക്കില്ലടി. ആരൊക്കെ കൂടെ ഇല്ലെങ്കിലും നിന്നോട് എതിർക്കാൻ ഈ പ്രഭാവതി മാത്രം മതി. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പ്രഭാവതി അമ്മ. പക്ഷേ ഒരിക്കലും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. ഉദയണ്ണൂരമ്മയും ഗായത്രി അമ്മയും എന്റെ കൂടെ ഉള്ളിടത്തോളം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സാധിച്ചെടുക്കില്ല. നിങ്ങളുടെ അനിയനും ജാസ്മിനും പടിയിറങ്ങിയതുപോലെ തന്നെ നിങ്ങളും ഈ കുടുംബത്തിൽ നിന്നും താനെ പടിയിറങ്ങിപ്പോവും. അത് നിന്റെ വ്യാമോഹം മാത്രമാണ് പാർവതി. ഈ കുടുംബത്തിൽ നിന്ന് എന്നെ പടിയിറക്കാമെന്ന് നീ കരുതണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നീയും നിന്റെ അനിയത്തിയും ആയിരിക്കും. ഇതുവരെ കാലം നിങ്ങൾക്ക് അനുകൂലമായിരുന്നെന്ന് കരുതി എന്നും അത് അനുകൂലമായിരിക്കുമെന്ന് ചിന്തിക്കല്ലേ പ്രഭാവതി അമ്മ. കാറ്റ് തിരിഞ്ഞു വീശി തുടങ്ങി. അത് നിങ്ങൾ മനസ്സിലാക്കണം. എടീ, എത്ര വലിയ കൊടുങ്കാറ്റായാലും ഈ പ്രഭാവതിക്ക് അത് വെറും നിസ്സാരമാണ്. ഒരു കുളിർ കാറ്റ്. അല്ലാതെ ആ കാറും കോളും കൊണ്ടൊന്നും പ്രഭാവതി അടിപതറി വീഴില്ല. നമുക്ക് കാണാം. കാണാൻ പോകുന്നതേ നീയായിരിക്കും. മറച്ചു വെക്കാതെ തന്നെ പറഞ്ഞേക്കാം, നിനക്കെതിരെ പുതിയൊരു ബ്രഹ്മാസ്ത്രം ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്. ബ്രഹ്മാസ്ത്രം? അതെടി, അക്ഷരാർത്ഥത്തിൽ അതൊരു ബ്രഹ്മാസ്ത്രം തന്നെയാണ്. അതിനെ തടുക്കാൻ സാധിക്കുമെങ്കിൽ നീ തടുത്തോ. പ്രഭാവതി അമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുതിയ എന്ത് ചതിയാ അവരൊരുക്കിയിരിക്കുന്നത്?
വിശാൽ സാറിന് പ്രഭാവതിയമ്മയെ കുറിച്ചുള്ള ധാരണ മാറ്റിയെടുക്കണം. പക്ഷേ എങ്ങനെ അത് സാധിക്കും? വിശാൽ സാർ, സാർ, എനിക്ക് അത്യാവശ്യമായിട്ട് വക്കീലിനെ ഒന്ന് വിളിക്കണം. ഹലോ ഹലോ സർ. വിശാൽ, വക്കീലെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിപ്പം വിളിച്ചത്. പറഞ്ഞോ വിശാൽ. അത് പാർവതിയുടെ പേരിൽ ഇപ്പോഴുള്ള നമ്മുടെ കുടുംബ സ്വത്തുക്കൾ മുഴുവനും എത്രയും പെട്ടെന്ന് പ്രഭാവതി അമ്മയുടെ പേരിലേക്ക് മാറ്റി എഴുതണം.